ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ ഡിസംബർ മാസത്തിൽ ഡൽഹിയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇപ്പോൾ നോക്കാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ടൊയോട്ടയുടെ ക്യാമറയാണ് കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് കുറച്ചധികം വാഹനങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുന്ന വീഡിയോസ് ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ കരുതുകൊണ്ടാണ് ഈ ഒരു ക്യാമറയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇത് 2013 മോഡൽ നോൺ ഹൈബ്രിഡ് പെട്രോൾ ഓട്ടോമാറ്റിക് ക്യാമറയാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ വന്നിട്ടുള്ള ഒരു സിംഗിൾ യൂസ് വാനാണ്. ഏകദേശം 41,000 കിലോമീറ്ററാണ് മീറ്ററിൽ റീഡിങ് കാണിച്ചിട്ടുള്ളത്. ഇത് ഇതിൻ്റെ ജെന്യൂൻ കിലോമീറ്റർ എന്നാണ് ഇതിൻ്റെ ഓണർ അവകാശപ്പെട്ടിട്ടുള്ളത്. ഇതൊരു പാർക്കാ സൈഡിൽ ഇവിടെ ഒരു യൂസർ കാർസിൻ്റെ ഷോറൂമിൽ നിന്നാണ് നമുക്ക് വണ്ടി കിട്ടിയിട്ടുള്ളത്. നമ്മൾ നോക്കിയിട്ടും തന്നെ കാഴ്ചയിലൊക്കെ നമുക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ വണ്ടിയുടെ ഹിസ്റ്ററി എടുപ്പിച്ചായിരുന്നു. 2017 വരെ സർവീസ് പോയിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വെച്ച് നമുക്കിത് ലോ കിലോമീറ്റർ എന്ന് പറയാം. അതിനനുസരിച്ചുള്ള ക്വാളിറ്റി കാര്യങ്ങളുണ്ട്. ഞാൻ വണ്ടി ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 2013 മോഡൽ ടൊയോട്ട ക്യാമറി നോൺ ഹൈബ്രിഡ് വണ്ടി ഇപ്പോൾ നമ്മൾ കാണാൻ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വശങ്ങൾ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ചെറിയ ലെവലിൽ റീപെയിൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ 2022 ടയേഴ്സാണ് അത് കിടക്കുന്നത്. MRFിൻ്റെ തന്നെയാണ് 4 ടയറും കിടക്കുന്നത്. അത്യാവശ്യം ഒരു 10-60% വരുന്ന ടയറെന്ന് നമുക്ക് പറയാൻ പറ്റും. ഗ്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് നോക്കിയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. വണ്ടിയിൽ ഒരു എന്താ പറയുക, മൊത്തത്തിലൊരു കണ്ടീഷനിൽ തന്നെ നമുക്ക് എടുത്ത് പറയാവുന്ന തരത്തിൽ തന്നെയാണ് വശങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. ഇൻറ്റീരിയറും ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ ലോ കിലോമീറ്റർ വണ്ടി എന്ന് പറഞ്ഞതിനനുസരിച്ചുള്ളൊരു ക്വാളിറ്റി നമുക്ക് ഇൻറ്റീരിയറിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് സ്റ്റിയറിംഗ് വീലൊക്കെ കണ്ടോ, നല്ല വൃത്തിയിലിരിക്കുന്നു. ബട്ടൺസിലൊന്നും സ്വിച്ചസോ കാര്യങ്ങളൊന്നും അതിനെ ബ്രേക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഡാഷ്ബോർഡും തന്നെ നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ റോഡിൽ നിന്ന് ചെക്ക് ചെയ്യുന്നതിൻ്റെതായ ബുദ്ധിമുട്ടും പരിമിതികളും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതാ വണ്ടിയുടെ മൊത്തത്തിൽ നമ്മളെല്ലാ വണ്ടികളും ചെയ്യുന്ന പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് നമുക്ക് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് ഞാൻ പറയാം. പിന്നെ ഈ വണ്ടി ഇവരിതകത്ത് ആസ്ക് ചെയ്തിരുന്ന പ്രൈസ് ഇപ്പോൾ ഫേസ്ബുക്കിനകത്ത് മോയിലെക്സിലൊക്കെ ഇതിനകത്ത് ഈ സാധനങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഈ വണ്ടി പറഞ്ഞിരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 6.5 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് കൊടുത്തിരുന്നത്. പിന്നെ അതൊരു ഏജൻറ്റിൻ്റെ കയ്യിൽ കിടക്കുന്ന വണ്ടിയാണ്. അവൻ്റെ കമ്മീഷൻ കാര്യങ്ങൾ NOC എടുക്കൽ ഒക്കെ അഡീഷണൽ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് സംസാരിച്ച് എത്ര രൂപയ്ക്ക് ഇത് ഫൈനൽ കിട്ടും എങ്ങനെ ഉണ്ടാകുന്ന കൂടി നോക്കിയിട്ട് കസ്റ്റമറെ സമ്മതിക്കുകയാണെങ്കിൽ അതിൻ്റെ എന്താ പറയുക എടുത്ത പ്രൈസും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നമുക്ക് പെയിൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബോണറ്റ് റീപെയിൻ്റ് ആണ് കേട്ടോ. നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇതിനകത്ത് ബോണറ്റിൽ ചെറിയ ലെവലിൽ പെയിൻറ്റിൻ്റെ വാല്യൂ വേരിയേഷൻ കിടക്കുന്നുണ്ട്. 20-25 വരെയൊക്കെ പോകുന്നുണ്ട്. നമുക്ക് 15 വരെ വരാൻ പാടുള്ളൂ. ഇത് ബോണറ്റ് ഒരു കോട്ട അവർ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അറിയുന്നില്ല. നല്ല വൃത്തിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പിന്നെ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ തന്നെ നമ്മൾ ബമ്പർ ഓൾറെഡി റീപെയിൻറ്റഡ് ആണ്. അത് നമുക്ക് എടുത്ത് അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ അതിനനുസരിച്ചുള്ള പെയിൻറ്റ് ചെറിയ ചെറിയ ഗ്രെയിംസൊക്കെ പൊട്ടിയത് നമുക്ക് നോക്കിയാൽ കാണാം. ഞാൻ എന്തായാലും കസ്റ്റമറോട് പറയുന്നു വണ്ടി എടുക്കുകയാണെങ്കിൽ ബമ്പർ മാത്രം ടച്ച് ചെയ്താൽ ഈ പീസിൽ പെയിൻറ്റ് കാണാനില്ല കേട്ടോ. എൻ്റെ ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനലാണ്. ഇതിനകത്ത് ചെറിയ ചെറിയ സ്ക്രാച്ചസുകളൊക്കെ കാണാം. അതങ്ങനെ നിലനിർത്തിയിട്ടുണ്ട് അവരങ്ങനെ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്ലാസോ റീപ്ലേസ് അല്ല. ഇവിടെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. ഇതിൻ്റെ ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനലാണ്. ഞാൻ നേരത്തെ ഒരു റൗണ്ട് ചെക്ക് ചെയ്ത് പോയിരുന്നു സ്പീഡായിട്ട് കസ്റ്റമർക്ക് ഒരു ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പം നമുക്ക് ഇവിടുത്തെ എവിടെയും തന്നെ റീപെയിൻറ്റൊന്നും തന്നെ കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ നോക്കിയാൽ തന്നെ ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ചുകൾ കാണാം കേട്ടോ. അതിലൊന്നും ഒരു പെയിൻ്റ് അടിച്ചു കൊടുക്കുക കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഒറിജിനലാണ്. ഇവിടെ ചെറിയ ലെവലിൽ അവർ പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുമ്പത്തെ ഒരു ഇതിനകത്ത് കാണാൻ തന്നെ ഇവിടെ ഈ അടിവശത്തുണ്ട് റണ്ണിങ് ബോർഡിൻ്റെ ഇവിടെ. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബർ പീസാണ്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് എന്തോ തട്ടിയതിൻ്റെ ഒരു ഇത് കാണാം. അവിടെ ഡോറിൽ അവർ അടിവശത്ത് ചെറുതായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുണ്ടോ റീപെയിൻറ്റ് അടിച്ചു കൊടുത്തായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ആ ഒരു പോയിന്റിൽ. എന്നാൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇല്ല. ഇവിടെ ഒറിജിനലാണ്. ഇവിടെയും തന്നെ സ്ക്രാച്ച് കാണാം. എന്തോന്നും വരുത്തിയിട്ടുണ്ട്. ആ വരുത്തിയത് അങ്ങനെ അവർ നിർത്തിയിട്ടുണ്ട്. പറയുമ്പൊന്നും പെയിൻറ്റ് ടച്ച് ചെയ്യുക കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല. ബ്രഷിന് ടച്ച് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. ഒറിജിനലാണ്. നമുക്ക് ഡോറിൻ്റെ ഉൾവശം നോക്കാം. അടിയിലും തുരുമ്പോ കാര്യങ്ങളോ തന്നെ ഇല്ല കേട്ടോ. ഇവിടെ ഒന്നും തന്നെ കയറിയിട്ടില്ല, ഇങ്ങോട്ടൊന്നും കയറിയിട്ടില്ല. പക്ഷേ ഈ ഒരു പാർട്ടിൽ മാത്രമായിട്ട് കാണാം. ഡോറിൻ്റെയൊക്കെ പഞ്ചിങ് മാർക്കുകളും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടുണ്ട്. അതിൻ്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഡോറിൻ്റെ ഉൾവശത്തൊന്നും പെയിൻ്റ് ഇല്ല കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ ഒരേ വാല്യൂ തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ തന്നെ ഉള്ളിലൊന്നും നമുക്ക് പെയിൻറ്റ് റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ നോക്കിയിട്ട് കാണുന്നില്ല. ഇവിടെയും ഡോറിൽ പുറത്തില്ല, പക്ഷേ അടിവശത്ത് എന്തോന്ന് വരുത്തിയത് ആ സ്ക്രാച്ചും കാര്യങ്ങളും അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഒറിജിനൽ പെയിൻ്റാണ്. അവിടെ ഉള്ളത് തുറക്കേണ്ടി വരും. ഇത് ഒറിജിനൽ പെയിൻ്റ് കേട്ടോ. ഡിക്കി ഇതിൻ്റെ ഒറിജിനലാണ്. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 2013 വണ്ടിയിൽ ഇത്രയും വർഷം പഴക്കം ചെന്നതിൻ്റെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് അല്ലാതെ നമുക്ക് വേറെ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഒറിജിനൽ പെയിൻ്റാണ്.
ഒറിജിനലാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഈ ഡോറിൽ തന്നെ മൈന്യൂട്ടായിട്ട് നമുക്ക് റീപെയിൻറ്റ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയും പേസ്റ്റിങ്ങോ കാര്യങ്ങളോ തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല. എല്ലാത്തിൻ്റെയും പഞ്ച് മാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കാണാനുണ്ട്. ഇത് ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഇവിടെ ഒറിജിനൽ പെയിൻ്റാണ്. ഓക്കെ, നമുക്ക് പെയിൻറ്റിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും ഭാഗങ്ങളിലാണ് നമുക്ക് റീപെയിൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. ഇനി ബാക്കി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ റൂം കാര്യങ്ങൾ, അതല്ല മെക്കാനിക്കൽ സൈഡ് ഒന്ന് നോക്കണം. പിന്നെ അതിൽ വണ്ടി ഒന്ന് സ്കാനിങ്ങും കാര്യങ്ങളും. വണ്ടിയുടെ എഞ്ചിൻ റൂം നോക്കാം. യെസ്, വണ്ടിയുടെ എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു എഞ്ചിൻ റൂം തന്നെ പറയാം. അനീഷ ക്യാമറ തരാം അവിടെ. ഓക്കെ, നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ രണ്ട് സൈഡ് അപ്പുറമുള്ള കാര്യങ്ങളും തന്നെ ഒരു റീവർക്ക് ചെയ്യുക കാര്യങ്ങളും തന്നെ ചെയ്തിട്ടില്ല. എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ കാണാനുണ്ട് കേട്ടോ. എല്ലാം നമുക്കത് എടുത്ത് പറയണം. എല്ലാ സൈഡിലും ഫിറ്റിങ്സും കാര്യങ്ങളും. ഇതൊരു ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് എന്നാണ് അവർ അവകാശപ്പെട്ടിട്ടുള്ളത്. എനിക്ക് കാഴ്ചയിൽ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി നമുക്ക് എഞ്ചിൻ റൂമിലും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ്റെ ഭാഗത്താണ് തന്നെ ഞാൻ ഇതൊക്കെ എടുത്ത് നോക്കിയായിരുന്നു. ഇവിടെ എവിടെയും തന്നെ നമുക്ക് അങ്ങനെ ഓയിൽ ലീക്കൊന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. പൊതുവെ എല്ലാ ഡെലിവറി വണ്ടികളും കാണുന്ന പോലെ തന്നെ അതൊരു പ്രോപ്പർ വാഷിങ്ങോ കാര്യങ്ങളോ നടക്കാത്തതിൻ്റെതായ ലെവലിൽ പൊടി അടിച്ച കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ. ഒരു തരത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ നോക്കിയിട്ടും കണ്ടില്ല. അനീഷ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമോ? നമുക്ക് വണ്ടി ഒന്ന് എഞ്ചിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് അതിനോടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ കുറച്ച് ദൂരം ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതാണ് ഓൾറെഡി. വളരെ സൈലൻ്റ് ആണ്. അത് പെട്രോൾ എഞ്ചിനല്ല, അതിൻ്റെതായ ഒരു സൈലൻറ്റ് നമുക്ക് കേൾക്കാം. ഇപ്പോൾ എത്രമാത്രം അതിനകത്ത് എഞ്ചിൻ്റെ നോയ്സ് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. എടാ ഒന്ന് റൈസ് ചെയ്തടാ. കണ്ടോ, വളരെ സൈലൻ്റ് ആണ് കേട്ടോ. പൊടി മാറും. ഓക്കെ, അവർ ഓയിൽ കാര്യങ്ങൾ ഇപ്പോൾ അടുത്ത് മാറി നിർത്തിയിട്ടുള്ളൂ തോന്നുന്നുണ്ട്. കാരണം പുതിയൊരു എഞ്ചിൻ ഓയിലാണ് ഇതിനകത്ത് കാണുന്നത്. അങ്ങനെ ഒത്തിരി കറന്നിട്ടില്ല. എന്തായാലും നമ്മളവിടെ നാട്ടിലെത്തിയിട്ടൊന്ന് റീചെക്ക് ചെയ്തിട്ട് ഇതാക്കുന്നതായിരിക്കും. നമുക്കിനി ബാക്കി ഇതിൻ്റെ ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തൊക്കെ ഒന്ന് നോക്കാം. മൊത്തത്തിൽ ഇവിടെ ഒന്ന് വാഷ് ചെയ്തതിൻ്റെ ഒന്നുണ്ട്. മുമ്പത്തെ ഓയിൽ എന്നൊക്കെ കാര്യങ്ങൾ ഇത് കാണാം കേട്ടോ. മുമ്പ് വാഷ് ചെയ്തതിൻ്റെ ഇത് ഒന്ന് തുറച്ചെടുത്തതിൻ്റെയൊക്കെ വെള്ളം കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് കാണാൻ നല്ലത്. വേറെ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. മൊത്തത്തിലൊരു ക്വാളിറ്റിയിലായിരിക്കണം. നമുക്കിനി വണ്ടിയുടെ അണ്ടർബോഡി കാര്യങ്ങളും നോക്കാം. അതുപോലെ മെക്കാനിക്കലി ഞാനത് പറഞ്ഞാൽ തന്നെ കുറച്ചധികം കാര്യങ്ങൾ കൂടി ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. നമുക്കവിടെ പുകയും കൂടി ഒന്ന് നോക്കാം. അനീഷ ഒന്ന് റൈസ് ചെയ്യടാ. ഒന്നുകൂടി ആ വെള്ളം കണ്ടോ? ആ കറക്റ്റ് പെട്രോൾ വണ്ടിക്ക് വരാറുള്ള വെള്ളം കണ്ടോ? കറക്റ്റായിട്ട് വരുന്നുണ്ട്. അല്ലാതെ പുകയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. അത് കറക്റ്റായിട്ട് തന്നെ വെള്ളം വരുന്നുണ്ട്. വെള്ളമാണത്. ഓക്കെ, നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. എഞ്ചിൻ ഭാഗം ഒന്നും പറയാനില്ല. നമുക്ക് വണ്ടി സ്കാനിങ്ങിന് വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ സ്കാനർ നമുക്കിതിൻ്റെ ഇവിടെ അടിയിലാണ് കണക്ട് ചെയ്യുന്നത്. നമുക്കിത് ഇരുന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. ഓക്കെ, നമ്മുടെ സ്കാനർ കണക്ട് ആയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. അത് പെട്രോൾ വണ്ടി ആയതുകൊണ്ട് നല്ല സൈലൻ്റാണ്, നമ്മൾ അറിയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ സ്കാനിങ്ങിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇതുണ്ടോ, എൻജിൻ റൂമിൽ നിന്നുള്ള നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് നമുക്ക് എടുത്ത് പറയാം. ഇന്ന് നമ്മൾ പകൽ വേറൊരു ക്യാമറയൊക്കെ നോക്കാൻ പോയിരുന്നു. അതൊരു 1.5 ലക്ഷം കിലോമീറ്ററിന് അടുത്ത് ഓടിയിരുന്നു. ആ വണ്ടി ഇത് വെച്ച് സത്യം പറഞ്ഞാൽ ആക്ച്വലി കമ്പയർ ചെയ്യാൻ പോലും പറ്റുന്നത് ഞങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇൻറ്റീരിയർ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്കാനിങ്ങിന് വേണ്ട കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിയുടെ സർവീസ് റെക്കോർഡ് നമ്മൾ എടുത്ത് ചെക്ക് ചെയ്തായിരുന്നു. 2017 വരെ പോയിട്ടുള്ളൂ. അതിൽ 17,000 സംതിങ് കിലോമീറ്ററാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രസൻ്റ്ലി 41,468 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഇത് നോൺ ഹൈബ്രിഡാണ് കേട്ടോ. ഹൈബ്രിഡ് അല്ല, നോൺ ഹൈബ്രിഡാണ്. ഇതിൻ്റെ മൈലേജ് കാര്യങ്ങൾ എന്ത് കിട്ടും എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ആക്ച്വലി ഞാൻ അറിയില്ല എന്നേ പറയുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ക്യാമറ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. 10 വരെയൊക്കെ കിട്ടുമായിരിക്കും. എൻ്റെ കയ്യിൽ ഞാൻ കുറേ മുമ്പ് 2008-2009 ഒരു ക്യാമറ യൂസ് ചെയ്തിരുന്നു. അതിനും 10 ആ റേഞ്ചൊക്കെ അടുത്ത മൈലേജ് മുമ്പ് കണ്ടിട്ടുള്ളൂ. മറ്റേ ആൾട്ടീസിനെല്ലാം സെയിം. ഓക്കെ, വീണ്ടും ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം നമ്മളെന്താട്ടെന്ന് വെച്ചാൽ ഈ സ്കാനിങ് മൊത്തത്തിൽ കാണിക്കാനാണെങ്കിൽ ചിലപ്പോൾ 1/2 മണിക്കൂർ അതിന് തന്നെ സമയം കളയേണ്ടി വരും. അതുകൊണ്ട് നമ്മളെന്താട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക.
അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്ത് സ്കാനിങ് ആണ്, ഇങ്ങനെയാണോ ചെയ്യുക, ഇതല്ലേ അതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഇത് വരാം. നമ്മൾ എന്താ പറയുക, നമ്മുടെ വീഡിയോയുടെ ലെങ്ത്തും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. സ്കാനിങ് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തൊന്നും ഒത്തിരി അധികം കാര്യങ്ങളൊന്നും നമുക്കറിയാൻ സാധിക്കില്ല. കാരണം ഇതിലൊക്കെ ഒരു പരിധിയുണ്ട് സെൻസേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ എന്നാലും ഒരു ഇതിൽ പല കാര്യങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്കിതിനകത്ത് പെട്ടെന്ന് അറിയാൻ സാധിക്കും. എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊന്നും. പ്രസൻ്റ്ലി വണ്ടിയുടെ മീറ്ററിനകത്ത് വേറെ വാർണിംഗ് ലൈറ്റുകളൊന്നും വരുന്നില്ല. ക്യാമറ ഒന്ന് കാണിച്ചു കൊടുക്കും. വണ്ടിയുടെ ഇൻറ്റീരിയർ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നേരത്തെ നമ്മൾ പുറത്തൊന്ന് കാണിച്ചല്ലോ, ഇത് കണ്ടില്ലേ. ഇതാണ് ഇപ്പോൾ മീറ്റർ റീഡിങ് കാണിച്ചിരിക്കുന്നത്. 41,468 കിലോമീറ്ററായിട്ട് ഓൾറെഡി സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി എല്ലാം കണ്ടില്ല. ഇൻറ്റീരിയറിൽ ഇതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല വൃത്തി തന്നെ ഇരിക്കുന്നത്. എവിടെയും പറഞ്ഞു പറിക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചില്ല. ആകെ ഗിയർ നോബിന് മാത്രം അത്രയും വർഷം പഴക്കം ചെന്നതിൻ്റെതായ ലെവലിൽ ചെറിയൊരു ഇത് കാണാം എന്നല്ലാതെ വേറെ ഒന്നും തന്നെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാനില്ല. നമ്മൾ ഇവിടെയൊക്കെ ഇതിൻ്റെ ഗ്ലോ ബോക്സ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒന്ന് നന്നായിട്ടൊന്ന് ഇൻറ്റീരിയർ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ നമുക്ക് നല്ലൊരു ഹെവി ക്വാളിറ്റി തന്നെ നമുക്കെടുത്ത് പറയാൻ സാധിക്കും. ആ ഒരു വൃത്തിയിലാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്. അതിപ്പോൾ ഇവിടെയാണെങ്കിൽ തന്നെ എല്ലാം നല്ല ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. മൊത്തത്തിലൊരു ക്ലീൻ എന്ന് നമുക്ക് സ്കാൻ ചെയ്തിട്ട് എറേഴ്സ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. വണ്ടി പുറത്ത് സർവീസിന് പോയിട്ടുണ്ടെങ്കിൽ വാക്ക് പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ക്വാളിറ്റി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, സ്കാൻ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ അറിവൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ ഇതിൻ്റെ ക്ലയൻറ്റിനൊന്ന് അയച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ വണ്ടിയുടെ പേപ്പർ ഭാഗങ്ങൾ നേരത്തെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് വണ്ടിക്ക് ജാനുവരി വരെ ഇൻഷുറൻസ് കിടക്കുന്നുണ്ട്. പിന്നെ ബാക്കി ചെല്ലാനോ കാര്യങ്ങളൊന്നും തന്നെ പെൻഡിങ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഇനി ഒന്നുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തുണ്ടെങ്കിൽ അത് അവരടയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യണം, എങ്ങനെയെന്ന് നമുക്ക് തീരുമാനിക്കണം. ബാക്കി നീ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിയുടെ പ്രൈസിൻ്റെ കേസിനും കൂടി ഒന്ന് സംസാരിച്ച് ഒരു ധാരണയിലെത്തിയിട്ട് വേണം നമുക്കിത് എടുക്കണമെങ്കിൽ. ഞാൻ വണ്ടിയുടെ അണ്ടർ ബോഡിയും കാര്യങ്ങളും കൂടി നോക്കിയിട്ട് അതിന് ഫോട്ടോ വീഡിയോ ഒന്ന് കസ്റ്റമർക്ക് അയച്ചു കൊടുത്തിട്ട് ഈ പ്രൈസിൻ്റെ കേസിൽ തന്നെ രണ്ട് കൂട്ടർ സൈഡിൽ നിന്ന് സംസാരിച്ച് എങ്ങനെ ആക്കാം എന്നെല്ലാം നോക്കിയിട്ട് വാഹനത്തിന് അണ്ടർ ബോഡി ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ക്യാമറ വിട്ട് നോക്കലും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ഇവിടെ വേറെ പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും നമുക്കിപ്പോൾ ഈ ഒരു പരിസരത്ത് അവൈലബിൾ അല്ല. ചിലയിടത്തൊക്കെ നമുക്ക് റാമ്പോ കാര്യങ്ങൾ കിട്ടാറുണ്ട്. അല്ലാത്തടത്തൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് വണ്ടികൾ നമ്മൾ എടുക്കാറ്. പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ എന്തെന്ന് വെച്ചാൽ വണ്ടി വല്ല ജാക്കിലും പൊക്കി അടിയിൽ മാറ്റൊക്കെ ഇട്ട് നോക്കാറാണ്. ഇതിനകത്ത് നമുക്ക് അങ്ങനെ നോക്കിയിട്ട് വേറെ ഓയിലിക്കോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. വണ്ടിയുടെ ടയറിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 19% മുകളിൽ വരുന്ന ടയർ നമുക്ക് കാണാനുണ്ട്. പക്ഷേ ഇത് 2022 12ാം ആഴ്ചയിലെ ടയറാണ് ഇതൊക്കെ കിടക്കുന്നത്. അത് 4 MRFൻ്റെ ഒരേ ടയർ തന്നെയാണ് നമ്മൾ നോക്കിയിട്ട് കണ്ടത്. വണ്ടിയുടെ ബൂട്ട് സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെയാണ് ഈ ഭാഗങ്ങളൊക്കെ ഇരിക്കുന്നത്. നമുക്കിതിൻ്റെ സ്റ്റെപ്പിനി ടയറൊന്ന് നോക്കാം. സ്റ്റെപ്പിനി ഇത് അവിടെ പക്ക പാക്ഡായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതിന് കാര്യങ്ങളെല്ലാം എല്ലാ ടൂൾസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നിന് ഇത് കടന്ന് അടിക്കുന്നുണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്യാണ്ട്. ഇവിടുത്തെയൊക്കെ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ നോക്കി കണ്ടിട്ടുണ്ട്. വീൽ സ്പാനർ, ജാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കുന്നത്. ഒന്നും അങ്ങനെ എടുത്ത ഒരു യൂസ് ചെയ്യുക പൊളിക്കും തന്നെ ചെയ്തിട്ടില്ല. ഈ ലോ കിലോമീറ്റർ വണ്ടി എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഈ ഒരു ക്വാളിറ്റിയിലൊക്കെ ഇതൊക്കെ കാണാൻ സാധിക്കുള്ളൂ. എനിക്ക് തോന്നുന്നത് അവർ ഇതുവരെ ഉപയോഗിച്ചിട്ട് പോലില്ല എന്നാണ് കാഴ്ചയിൽ എനിക്ക് തോന്നുന്നത്. ഇത് ടയർ ഇതിനകത്ത് കിടക്കുന്നത് യോക്കോമയുടെ പഴയ ടയറാണ് കേട്ടോ. വണ്ടി എടുത്ത സമയത്ത് 2012 ടയർ തന്നെയാണ്. സ്റ്റെപ്പിന് ടയർ ഇപ്പോഴും കിടക്കുന്നത്. അതായത് 13 വണ്ടിയാണല്ലോ. ആ ടയർ സ്റ്റെപ്പിനി ഇനി മാറിയിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ വണ്ടി നമ്മളിവിടെ കേരളത്തിലെത്തിയിട്ട് നമ്മുടെ ക്ലയൻറ്റിന് നമ്മൾ വണ്ടി ഡെലിവറി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ആളെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജസിൽ. ഓക്കെ. ഞാനിവിടെ കൊറട്ടി ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പേസിലാണ്. അപ്പോൾ പണ്ടോട്ട് ക്യാമറയോടൊരു ഇഷ്ടമുണ്ടായിരുന്നു, ഒരു ക്രേവിങ്. പറഞ്ഞ എടുക്കുകയാണെങ്കിൽ ഒരു ക്യാമറ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ബോഡി ഷേപ്പ് ബേസിക്കലി ടൊയോട്ടയുടെ ഓറിയോണിൻ്റെ ഒരു ഫാമിലി പെട്ടതായി X50 മോഡൽ വരുന്നത്. അതുകൊണ്ട് സ്പെസിഫിക്കലി ഒരു മൈൻഡിലുണ്ടായിരുന്നു 2013, 2014, 2015 ഇതിലേതെങ്കിലും ഈ പറയുന്ന നോൺ ഹൈബ്രിഡ് തന്നെ. അതാണ് ഹൈബ്രിഡേ ഉള്ളൂ. കാരണം ആൾക്കാരെല്ലാം മൈലേജ് നോക്കിപ്പോയി. ബട്ട് ഈ പറയുന്ന ഈ ഒരു സാധനത്തിനൊരു വികാരം. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ചാനലും കാര്യങ്ങളും പരിചയപ്പെട്ടത്? യൂട്യൂബും ഫേസ്ബുക്കും അറിയായിരുന്നു. പിന്നെ പറഞ്ഞാൽ എൻ്റെ ഫാദർ അറിഞ്ഞ നമ്പർ എവിടെ നിന്ന് കിട്ടി. മറ്റൊരു ചെറിയൊരു ഇഷ്യൂ നടന്നിട്ട് മറുനാടൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നത്. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഓർഡർ കിട്ടുന്നത്. അതെ, അതുകൊണ്ട് ബിസിനസ്സും കുറെ പോയെങ്കിലും ഇങ്ങനെ ചില ബിസിനസ്സുകൾ നടന്നതാണ് ഒരു വാസ്തവം. സ്ഥിരം ഫാൻസ് കുറെ പേര് വന്നു. അതെ അതെ അതെ. ഓക്കെ, എങ്ങനെയുണ്ട് വണ്ടി ഇപ്പോൾ കണ്ടിട്ട്? എങ്ങനെയുണ്ട്? ഞാൻ ബാക്കി കണ്ടിട്ട് സോഫാർ പറയുന്ന കിലോമീറ്റർ കുറവാണ്. അപ്പോൾസ്ട്രി ഇന്റീരിയർ എല്ലാം പ്രിസ്റ്റീൻ, കുഴപ്പമില്ല.
ഇത് കിലോമീറ്റർ കുറവാന്ന് പറയുമ്പോഴേ ചെറിയൊരു ഇത് പറഞ്ഞാൽ നമുക്ക് ഈ ടൊയോട്ടയുടെ വണ്ടിയുടെ റെക്കോർഡ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാലം വരെ അല്ലേ ഉള്ളൂ, അതിനുശേഷം ഔട്ട് ഓഫ് സർവീസാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് വണ്ടിയുടെ കാഴ്ചയിലും കാര്യങ്ങളായത് മൊത്തത്തിലൊരു ഗെറ്റപ്പ് എന്ന് വെച്ചിട്ട് ഇതൊരു ലോ കിലോമീറ്റർ വണ്ടി തന്നെ നമുക്ക് പറയാമല്ലോ. ഈവൻ സ്റ്റെപ്പിനി ടയർ പോലും ആ ഒറിജിനൽ ടയർ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്, അതുപോലും മാറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നിട്ട് വേറെ ഇനിയിപ്പോൾ ലോ കിലോമീറ്റർ വണ്ടി എന്ന് പറയുമ്പോൾ പലരും ഇതിൻ്റെ അടിയിൽ നിന്ന് ചിലപ്പോൾ കമൻറ്റ് ഇടാൻ സാധ്യത. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കസ്റ്റമറോട് പറഞ്ഞോ ഇല്ലെന്നുള്ള ചോദ്യം വരും, അതുകൊണ്ട് നമ്മൾ പറഞ്ഞാണല്ലോ. ഓക്കെ, ബാക്കി പിന്നെ മൊത്തത്തിൽ നമ്മുടെ ഡീലും കാര്യങ്ങളും എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഫാസ്റ്റ് ആയിരുന്നു. പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ചു കുറച്ച് ആൾ എടുക്കും തപ്പിയെടുത്ത് വരാൻ. അപ്പോൾ പറഞ്ഞ പോലെ ആള് പോയതും പെട്ടെന്ന് തന്നെ വണ്ടി കിട്ടിയെന്നും പറഞ്ഞു. ഞാനിപ്പോൾ അത് നിങ്ങൾ എനിക്ക് മുൻകൂട്ടി ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ട് അത് നമ്മൾ ലിസ്റ്റ് ചെയ്തെടുക്കാൻ ഒരു ടൈം കിട്ടിയല്ലോ, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അവിടെ പോയി നമ്മൾ എടുത്തത്. കാരണം ലിസ്റ്റ് ചെയ്ത് വെച്ച് അത് പോയി നോക്കി ഓക്കെ ആണെന്ന് കണ്ടു, ടോക്കൺ കൊടുത്തു എടുത്തു. പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ തപ്പേണ്ടി വരുമെന്ന്. കാരണം ഞാൻ നോക്കിയിട്ട് ഈ പറയുന്ന ഒരു നല്ല കണ്ടീഷനിലുള്ള വണ്ടികൾ എനിക്കൊന്ന് 10-20 വണ്ടിയൊക്കെ ഉണ്ട് ഞാനും കണ്ടു. ആദ്യത്തിന് മുമ്പ് പോയ 1-2 നമ്മൾ റിജക്ട് ചെയ്തു, ഈ ക്വാളിറ്റി റീസൺ കാരണം നമ്മൾ റിജക്ട് ചെയ്തത്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, പപ്പയ്ക്ക് അറിയാം, ഞാൻ പറഞ്ഞു കൊടുത്തു. സോ തിങ്ക് സോ ഫാർ സോ ഗുഡ്. ഇനി ഓടിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട്. അതെ, വീഡിയോ കിടക്കുന്നുണ്ട്, അപ്പോൾ കമൻറ്റ്. ചാനലിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല ചാനലാണ്. പറയുന്ന ഇടയ്ക്ക് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ IT ഫീൽഡിലുള്ളവർക്ക് യൂട്യൂബിൽ ആണ് ടൈം പാസ് ബേസിക്കലി. അപ്പോൾ കാർ റിവ്യൂസാണ് ഞങ്ങൾ കുറേ ആൾക്കാർ സ്ഥിരം കാണുന്നത്. അപ്പോൾ പറയുന്ന റേഞ്ച് റോറും ഇതൊക്കെ എടുക്കുന്ന വീഡിയോസ് ഞങ്ങളിങ്ങനെ കണ്ടിട്ടിരിക്കും. കാരണം സുഖമാണല്ലോ, കണ്ടിരിക്കാമല്ലോ ആർക്കും. അപ്പോൾ എന്തായാലും വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ഒരു റിവ്യൂ നമുക്ക് പിന്നീട് പറയാം. കാരണം വെച്ചാൽ ഇതിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാത്തതുകൊണ്ട് വണ്ടി എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമല്ലെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഡൽഹി, ഹരിയാന, UP, പഞ്ചാബ് ആളിനൊക്കെ വണ്ടി എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് വീഡിയോയുടെ സൈഡിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതെൻ്റെ വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ അതിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ ഏത് കമ്പനിയുടെ ഏത് ഇയറിൽ കിടക്കുന്ന വണ്ടികൾ എങ്ങനെ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മെസ്സേജ് ചെയ്യുക. പെട്രോളാണോ, ഡീസലാണോ, 4x4 ആണോ, 4x2 ആണോ, ഓട്ടോമാറ്റിക് ആണോ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആദ്യം തന്നെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഇവിടുന്ന് വണ്ടികൾ പോയി നോക്കി ചെക്ക് ചെയ്ത് എടുത്ത് തരുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിളിക്കുന്നില്ല. ഒരു ക്ലയൻറ്റ് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞാൽ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി പോയി നോക്കി ചെക്ക് ചെയ്ത് എടുത്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഇന്നോവ, ഇറ്റിയോസ് ലിവ, അതുപോലെ കൊറോള അൾട്ടിസ്, അതുപോലെ ചെറുവണ്ടികളോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല. അത് ചിലത് വണ്ടികൾ ഇപ്പോൾ അവിടെ നിന്ന് കിട്ടാനില്ല, ചിലത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ നമ്പർ ആക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യത. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. പ്രത്യേകിച്ച് മാരുതിയുടെയൊക്കെ വണ്ടികൾ നോക്കുകയാണെങ്കിൽ അതാണ് അവസ്ഥ. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ വണ്ടികൾ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ചാനലിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വരും ദിവസങ്ങൾ അങ്ങനെ തെറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ വരാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, എപ്പോഴും ഞാൻ ഒത്തിരി തെറി കേൾക്കുന്ന ഒരു കാര്യമാണ്, ഈ വണ്ടി മേടിച്ച വില ഞാൻ പുറത്ത് പറയണോ വേണ്ടയോ? പറയാതിരിക്കുകയാണ് നല്ലത്. അതെ, കാരണം വെച്ചാൽ ഇതൊന്നും മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇത് മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടില്ല. ഇതിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന പ്രൈസ് റേഞ്ച്, ആസ്കിംഗ് പ്രൈസ് എന്താണെന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇത് എന്ത് വിലയ്ക്ക് അവർ ഫൈനൽ മേടിച്ചു എന്നുള്ളത് അത് അവരെ പേഴ്സണൽ കാര്യമാണ്, അതുകൊണ്ട് നമ്മളത് പുറത്ത് പറയുന്നില്ല എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും, നമുക്ക് കാണാം.